തീർച്ചയായും ഇതൊരു മാതൃകാ പ്രവർത്തനം തന്നെയാണ്. ഏതൊരു ദുരന്തമുഖത്തെയും നമ്മൾ അതിജീവിച്ചിട്ടേ ഉള്ളൂ. ഇനി വേറൊരു മാതൃക കൂടി കാട്ടിയിരിക്കുകയാണ്. ഈ ഇത്തരത്തിൽ ഭൂമിയോ വീടോ ഇല്ലാത്തവർക്ക് അത് നൽകാനുള്ള ഒരു പ്രവർത്തനം ഈ ഒരു രീതിയിലേക്ക് കൂടി കൊണ്ടുപോകാമെന്ന ഒരു മാതൃക കൂടിയാണ് തന്നത്. പക്ഷേ ഇത് വളരെ ചുരുക്കം ദിവസങ്ങൾ കൊണ്ടാണ് ഇത്രയും തുക സമാഹരിച്ചത് എന്ന ഒരു പ്രധാന കാര്യം കൂടിയില്ലേ? അതെ, വളരെ 15 ദിവസം ആണ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി ആദ്യം ഈ പണം പ്രഖ്യാപിക്കുന്നത്. അവർ കളക്ട് ചെയ്ത പണത്തിൻ്റെ പിന്നെ ഒരു 16-18 ദിവസത്തിനുള്ളിൽ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി പ്രഖ്യാപിച്ചു. ഇതിൻ്റെ ഒരു മുക്കാൽ പങ്കും നമ്മുടെ ജില്ലാ കമ്മിറ്റികൾ സ്വരൂപിച്ചത് ഒരു മാസം കൊണ്ടാണ്, 1.5 മാസം കൊണ്ടാണ്. അവരവരുടേതായ ഞങ്ങൾ അവർക്കെല്ലാം ഒരു പ്രത്യേകം അക്കൗണ്ടുകളൊക്കെ കൊടുത്തു. അതിലേക്ക് വന്ന ഒരു രീതിയാണ് ഉണ്ടായത്. അവർ കളക്ട് ചെയ്ത് അതിലേക്ക് വന്നത് അത്ഭുതപ്പെടുത്തുന്ന പ്രവർത്തനത്തിലൂടെയാണ്. അത്രയധികം ജാഗ്രതയോടുകൂടി വളരെ കൃത്യമായി എണ്ണയിട്ട യന്ത്രം പോലെ ഡിവൈഎഫ്ഐയുടെ സംഘടനാ ഘടകങ്ങൾ ഇടപെട്ടു എന്നുള്ളതാണ് ഇതിലുള്ള ഏറ്റവും വലിയ ഒരു അഭിമാനം നമുക്ക്. കാരണം ഇത്രയധികം പണം ഇങ്ങനെ ഒരു സാധാരണ നമ്മുടെ ഒരു ട്രഡീഷണൽ പണപ്പിരിവിലൂടെ അല്ലാതെ മറ്റു മാർഗങ്ങളിലൂടെ, അതും വ്യത്യസ്തങ്ങളായ മാർഗങ്ങളിലൂടെ സർഗാത്മകമായി കണ്ടെത്തി എന്നുള്ളത്, ഏറ്റവും സർഗാത്മകമായി ഈ പണം കണ്ടെത്തി എന്നുള്ളതാണ് അതിലേറ്റവും ഒരു സന്തോഷം നൽകുന്നത്. ഇപ്പോൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വ്യത്യസ്ത മാർഗങ്ങളിലൂടെ, അതിലിപ്പോൾ അമ്പലങ്ങളിലെ കാണിക്ക വരെ ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടും തരുന്ന സാഹചര്യം ഉണ്ടായി. അമ്പലങ്ങളിലെ കാണിക്ക തരാൻ അവർക്കുണ്ടാകുന്ന ഒരു മനസ്സ് സ്വാഭാവികമായിട്ടും അവിടെയുള്ള ഡിവൈഎഫ്ഐക്കാരുമായിട്ടുള്ള ഒരു അടുപ്പവും അവർ ഈ വിഷയങ്ങൾ അവതരിപ്പിച്ചതിലും അതുപോലെ ഇവരിത് നോക്കിക്കാണുന്നതിലും ഡിവൈഎഫ്ഐയിലുള്ളൊരു വിശ്വാസവും ഒക്കെ ഉണ്ട് ഇതിനകത്ത്. ഇതിനു മുമ്പും കോവിഡിൻ്റെ കാലത്ത് നിങ്ങൾക്കൊക്കെ അറിയാം, ഡിവൈഎഫ്ഐ ഇടപെട്ട ഒരു ഇടപെടലുണ്ട്. കേരളത്തിലെ ഗവൺമെൻറ്റിനോടൊപ്പം മുഖ്യമന്ത്രി ഓരോ ദിവസവും പത്രസമ്മേളനം നടത്തുമ്പോൾ ഇന്ന് ഇതാണ് ആവശ്യം, അല്ലെങ്കിൽ നമ്മൾ കണ്ട ഒരു പ്രശ്നം ഇതാണ് എന്ന് പറയുമ്പോൾ ആ പ്രശ്നത്തിന് അപ്പോൾ തന്നെ ഓടിയിറങ്ങുന്ന, പ്രശ്നപരിഹാരത്തിന് ഓടിയിറങ്ങുന്ന ഒരു സന്നദ്ധ സേനയായി ഡിവൈഎഫ്ഐ ഉണ്ടായിരുന്നു. അന്ന് ഇവിടെ പാടത്തും അതുപോലെ തന്നെ മറ്റു പ്രദേശങ്ങളിലൊക്കെ ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പുകളിലൊക്കെ കൃഷി ഇറക്കാൻ ഡിവൈഎഫ്ഐ ഇറങ്ങിയിരുന്നു. ഈ പിന്നെ മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഡിവൈഎഫ്ഐ ഇറങ്ങിയിരുന്നു. കുരങ്ങിന് ഭക്ഷണം കൊടുക്കാൻ പോയിരുന്നു. അതോടൊപ്പം ഈ രക്ഷാപ്രവർത്തനത്തിന് കോവിഡ് ബാധിച്ചവരെ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ PPE കിറ്റിട്ട് സ്നേഹവണ്ടികളുമായി കേരളത്തിൽ ഡിവൈഎഫ്ഐ സഖാക്കളുണ്ടായിരുന്നു. അതോടൊപ്പം അന്നും നമ്മൾ ഇതുപോലെ തന്നെ പണം സ്വരൂപിക്കേണ്ട സമയത്ത് പ്രളയകാലത്ത് എല്ലാം നമ്മൾ നേരത്തെയും 12 കോടി ഇതുപോലെ സ്വരൂപിച്ച് കൊടുത്തിരുന്നു ഡിവൈഎഫ്ഐ കേരളത്തിൽ. അങ്ങനെ ഡിവൈഎഫ്ഐയുടെ ഒരു വലിയ നേട്ടമായി തന്നെയാണ് ഇത് ഞങ്ങൾ കാണുന്നത്.